വൃത്തിയാക്കാൻ പോവാണ്. എൻ്റെ പൊന്നു മക്കളെ, മഴയൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം നമ്മൾ ഈ വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരു 10,000 പണിയെടുത്താലേ നമുക്ക് വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ അലമാര തൊട്ട് തുടങ്ങണം. അലമാരയുടെ താഴെ ഇരിക്കുന്ന തുണികളെല്ലാം എടുത്ത് മേളിൽ വെക്കണം. പിന്നെ നമ്മുടെ കട്ടിൽ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അലമാര എന്ന് വേണ്ട നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പൊക്കി വെച്ചില്ലെങ്കിൽ വരുമ്പോൾ നമുക്കിതൊക്കെ നഷ്ടമാകും. എല്ലാം ചീഞ്ഞളിഞ്ഞ് പോയ ഒരു സ്ഥിതിയിലായിരിക്കും. നമുക്ക് 2018 ഒരുപാട് സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ 1008 പണിയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ 10,008 അങ്ങനെയൊന്നും അല്ല, അതിന് മുകളിലത്തെ പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ പൊന്നു ഗൈസ്, ഞങ്ങളൊരു 2 ദിവസം മരിച്ചു കിടന്ന് പണിയെടുത്തിട്ടാണ് നമ്മുടെ വീടൊന്ന് ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് എത്തിച്ചത്. നമ്മുടെ വീടിനകം മാത്രം വൃത്തിയാക്കിയാൽ മതി. വീടിൻ്റെ പുറം കിടക്കുന്ന കിടപ്പ് നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നു, അവിടെയും കിടന്ന് നല്ല മരണപ്പണി എടുത്താലേ നമുക്കൊന്ന് നമ്മുടെ സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്, നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള, വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.